കൊട്ടാരത്തിന്റെ മുഖത്തെന്താ ഒരു വാട്ടം? നമുക്കിവിടെ സന്തോഷമാകുന്നില്ല റാണിയമ്മേ. നമ്മളെപ്പോഴാ വലിയ റാണിയമ്മയുടെ അടുത്ത് പോകുന്നേ? പോകാമുണ്ണി, അവിടേക്കുള്ള വഴിയിൽ ചില അപകടങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് അവസാനിച്ചോട്ടെ, എന്നിട്ട് വലിയ റാണിയമ്മയെ കാണാം. അശ്വതി തിരുനാൾ ഉമയമ്മറാണി തിരുമനസ് നീണാൾ വാഴട്ടെ. ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ നിന്നുള്ള ദൂതനാണ്. എന്താണ് സന്ദേശം? എന്താണ് അറിയിക്കാനുള്ളത്? വിടകൊണ്ട് അശുഭ സന്ദേശമാണ്. ആറ്റിങ്ങൽ മൂത്രാണി തിരുമനസ് ഇന്ന് പുലർച്ചെ നാട് നീങ്ങി. ഇളമ്പേൽ പോറ്റി, അടിയൻ. നമുക്ക് ആറ്റിങ്ങൽ പോയേ തീരൂ. മൂത്തറാണി തിരുമനസിന്റെ അനന്തര കർമ്മങ്ങൾക്ക് നമ്മുടെ സാന്നിധ്യമുണ്ടാവണം. ശ്രാദ്ധാദി കർമ്മങ്ങൾക്ക് കുമാരനും ഉണ്ടാവണം. പക്ഷേ റാണി തിരുമനസ്സേ, ആറ്റിങ്ങിലേക്ക് പോകുന്നതിനുള്ള തീരുമാനം ഉചിതമാണോ? വഴിയിലുടനീളം ശത്രുക്കളുടെ കേന്ദ്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങോട്ടുള്ള പുറപ്പാട് സാഹസമാണെന്ന് അടിയന്റെ പഴമനസ്സിൽ തോന്നുന്നു. എന്തൊക്കെ അപകടങ്ങളുണ്ടെങ്കിലും മൂത്തറാണി ദേഹവിയോഗം ചെയ്ത ഈ സാഹചര്യത്തിൽ നമുക്ക് ആറ്റിങ്ങലെത്തിയേ മതിയാവൂ. അവിടുത്തെ മാനസിക നില ഞാൻ മനസ്സിലാക്കാതെയല്ല. പക്ഷേ റാണി തിരുമനസ്സേ, അവിടുത്തെ സുരക്ഷ, രവിവർമ്മ തമ്പുരാന്റെ സുരക്ഷ, ഇതൊക്കെ ക്ഷിപ്രസാധ്യമല്ല. വേണാടിന്റെ മുഖ്യ സജീവനിൽ നിന്നും ഇങ്ങനൊരു ഘട്ടത്തിൽ ഇത്തരമൊരു മറുപടിയല്ല നാം പ്രതീക്ഷിച്ചത്. നാം ആറ്റിങ്ങലിലേക്ക് പുറപ്പെടും, അതിനു മാറ്റമില്ല. ആ യാത്രയിൽ നമുക്ക് സുരക്ഷാ സൈന്യം ആവശ്യമില്ല. അത്യാവശ്യം അകമ്പടിക്കാർ മാത്രം മതിയാവും. പിന്നെ ഇളമ്പേൽ പോറ്റി ഒന്ന് ചെയ്യൂ. നാടൊട്ടുക്ക് കൊട്ടി അറിയിക്കുക. നാട് നീങ്ങി ആറ്റിങ്ങൽ മൂത്തറാണിയുടെ അനന്തര കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് നാമും നാട് വാഴുന്ന തമ്പുരാൻ രവിവർമ്മയും വർക്കല നിന്നും ആറ്റിങ്ങലിലേക്ക് പുറപ്പെടുന്നു എന്ന് വഴിയും സമയവും കൂടി അറിയിച്ചുകൊള്ളുക. റാണി തിരുമനസ്സേ, അവിടെന്ന് പറയുന്നത്? അതെ, അതാണ് തന്ത്രം. സ്വന്തം രാജാവിന്റെയും റാണിയുടെയും സുരക്ഷ ഇനി പ്രജകൾ ഏറ്റെടുത്തുകൊള്ളും. റാണി തിരുമനസിന്റെ യുക്തികൾ അതിവിശിഷ്ടം തന്നെ. പിന്നെ ആറ്റിങ്ങലിലേക്ക് പുറപ്പെടുമ്പോൾ ഇളമ്പേൽ പണ്ടാരത്തിന്റെ സുരക്ഷാ സൈന്യം വേണ്ടെന്നേ നാം പറഞ്ഞുള്ളൂ. ഇളമ്പേൽ പോറ്റി കൂടെ വേണം. യാത്രയ്ക്കൊരുങ്ങിക്കൊള്ളൂ. റാൻ, വിഷമിക്കല്ലേ ഉണ്ണി, ഒക്കെ വിധിയാണ്, ഈശ്വര നിശ്ചയം. ഇങ്ങനെ വികാരം കൊള്ളാതെ കുമാരൻ പോറ്റി അദ്ദേഹം ഒന്ന് അടങ്ങ. എങ്ങനെ അടങ്ങും എന്റെ ശ്രീധരൻ പോറ്റി? വല്ലതും സാധിച്ചോ? പിള്ളമാർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തിടമ്പെടുത്തതുപോലെ പരസ്യമായി തന്നെ ഉമയമ്മറാണി ആറ്റിങ്ങിലേക്ക് പോയി. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും നടത്തി. കൊടുമ്പം പിള്ളയും അഞ്ചുമുട്ടം പിള്ളയും എന്ത് ചെയ്തു? മുനകെട്ട വാളും ചുണകെട്ട നാവും കൊണ്ട് രണ്ടെണ്ണവും പഞ്ചപുച്ഛമടക്കി നിന്നു. മറ്റുള്ളവർ വിട്ടികളായി. എന്റെ കുമാരൻ പോറ്റി അദ്ദേഹം റാണി ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് പോയത് അത്ര വലിയ കാര്യമാണോ? അല്ല, അത് വലിയൊരു കാര്യമല്ല. പക്ഷേ അവരുടെ കുടുംബം പിള്ളയുടെ ആൾക്കാർ തടയും വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും നടന്നോ? അല്ല പോറ്റി അദ്ദേഹം, ഉമയമ്മ റാണി
മൂത്ത റാണിയുടെ ചാവടിയന്തരം നടത്താൻ പോയതല്ലേ? അങ്ങനെ ഒരു അവസരത്തിൽ റാണിയെ തടയാൻ ശ്രമിച്ചാൽ പൗരജനങ്ങൾ മാടമ്പിപ്പിള്ളമാരെ ബാക്കി വെച്ചേക്കുവോ? ആ, അതൊരു ശരിയാണ്. റാണി ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ ചെന്നത് ഇന്ന് നോക്കുമ്പോ ഒരു ചെറിയ കാര്യമാണ്. പക്ഷേ ഭാവിയിൽ അതൊരു വലിയ കാര്യമായി പരിണമിക്കുമോ എന്നാണ് എന്റെ ഭയം. കുമാരൻ പോറ്റി പറയുന്നതിന്റെ പൊരുൾ? എന്റെ ശ്രീധരൻ പോറ്റി, കേരളവർമ്മ തമ്പുരാൻ ഉമയമ്മ റാണിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയെങ്കിലും തമ്പുരാൻ ആത്യന്തികമായി വിജയിച്ചു എന്ന് പറയാറായിട്ടില്ല. റാണിക്ക് ഒട്ടും ചെറുതല്ലാത്ത പിൻബലം നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോൾ മകയിരം തിരുനാൾ മൂത്തറാണി നാട് നീങ്ങിയതോടെ ഉമയമ്മ റാണിക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. അതോടെ അവരോടുള്ള ജനങ്ങളുടെ അനുഭാവം വർദ്ധിക്കും. ഇതൊക്കെ എങ്ങനെ വന്ന് ഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതായത് പുതുതായി കൈവന്ന ഈ അധികാരങ്ങൾ വെച്ച് ഉമയമ്മ വീണ്ടും ഒരു വിപത്തായി വളരുമോ എന്ന് കുമാരൻ പോറ്റി അദ്ദേഹം സംശയിക്കുന്നു. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കങ്ങ് ആശ്വസിക്കാൻ സമയമായിട്ടില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കരമനയാറ് കടന്നതിന് ഉമയമ്മ റാണിക്കെതിരെ നമ്മൾ നടത്തിയ പ്രചരണവും നിരോധനവും ഒന്നും കാര്യമായി ഏശിയിട്ടില്ല. അതെ, അതിനെയൊക്കെ അവര് തൃണവൽഗണിച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? റാണിയുടെ അടുത്ത നീക്കങ്ങൾ എന്തെന്ന് നോക്കി കാത്തിരിക്കുക, അതേ ഉള്ളൂ ചെയ്യാൻ. പിന്നൊരു കാര്യം, ഉമയമ്മ റാണി ഇനി ഒരിക്കൽ കൂടി എല്ലാം അമർച്ച ചെയ്ത് അധികാരത്തിൽ വന്നാൽ അവർ തീർച്ചയായും നമ്മുടെയൊക്കെ നേരെ തിരിയും. അത് തർക്കമറ്റ സംഗതിയാണ്. അങ്ങനൊരവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്താലും ഏൽക്കണമെന്നില്ല. കേട്ടിട്ടില്ലേ, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്ന്? അത് തന്നെയാവും അവസ്ഥ. ഉമയമ്മ റാണി തുനിഞ്ഞിറങ്ങിയാൽ 8 യോഗം പോറ്റിമാർ അധോഗതി. ഇന്നെന്താ ഇവിടെ മറ്റാരെയും കാണുന്നില്ല? ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയി? ആറ്റിങ്ങൽ മൂത്തറാണി നാട് നീങ്ങി. ഈശ്വര, സത്യമാണോ? അതെ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആറ്റിങ്ങൽ മൂത്തറാണി നാട് നീങ്ങിയോ? പത്മനാഭ, എന്തായാലും പിള്ളേ, അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടോ? മുഖത്ത് വല്ലാത്ത വിഷമം, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ തോന്നാതിരിക്കൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ടാണോ പോയത്? അതെ, കൊടുമൻപിള്ള ആദ്യം മുതൽ എല്ലാവരും അങ്ങോട്ട് പോയി. ഉമയമ്മറാണി തിരുമനസ് എഴുന്നള്ളി വരുന്നുണ്ടോ? എഴുന്നള്ളിയിട്ടുണ്ട്. കൊട്ടിയറിയിച്ച് നാടിളക്കലെ എഴുന്നള്ളത്ത്. അഹങ്കാരി റാണി. മൂത്തറാണി തിരുമനസിന്റെ പുണ്യാഹ കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായില്ലേ? വിടകൊണ്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. സർവാണി സദ്യയ്ക്കും ബ്രാഹ്മണർക്കുള്ള വെച്ചൂട്ടിനും ഒരു കുറവും വരുത്തണ്ട. എല്ലാം വേണ്ടുമെന്ന് ഒരുക്കിയിട്ടുണ്ട് റാണി തിരുമനസേ. മൂത്തറാണി തിരുമനസ് ഉടലോടെ ഇരുന്നപ്പോൾ എന്തൊക്കെയാണോ ഹിതമായി അനുഷ്ഠിച്ചിരുന്നത്
അതൊക്കെയും വേണ്ടും വണ്ണം വെച്ചൊരുക്കണം. റാണി തിരുമനസിന്റെ ഖ്യാതിയും സ്മൃതിയും നിലനിർത്താൻ ഉതകുന്നത് എന്തെങ്കിലും ചെയ്യണം. ഉത്തരവ് മഹാറാണി. കരമനയാറ് കടന്നു പോകാൻ ഉമയെ നാം ആശീർവദിച്ചയക്കില്ല. ശ്രീപത്മനാഭ സ്വാമിയെ മനസ്സിൽ കരുതൂ. ഹിതകരമായത് അവിടുന്ന് ഉള്ളിൽ തോന്നിക്കട്ടെ. എന്റെ ഉണ്ണിപ്പണ്ടാരം പോയി. വേണാടിന്റെ കിരീടം ധരിച്ചുകൊള്ളുക. 5 വ്യാഴവട്ടം തികച്ചു ഭരിക്കുക. കുലത്തിന് ഖ്യാതി വരുത്തുക. പൗരജനങ്ങളിൽ പ്രീതി വളർത്തുക. ശ്രീപത്മനാഭന്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ അർപ്പിക്കുക. വിജയിച്ചരുളുക. ശ്രീപത്മനാഭൻ അനുഗ്രഹിക്കും. കൊടുമൺപിള്ളയും വഞ്ചിമുട്ടംപിള്ളയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്കുള്ള വഴി മറന്നിട്ടില്ല അല്ലേ? മൂത്തറാണി തിരുമനസ് നാട് നീങ്ങിയതിലുള്ള ദുഃഖം അറിയിക്കാൻ പോന്നതാണ്. അത്രയെങ്കിലും ഓർമ്മ വെച്ചതിന് ശ്രീപത്മനാഭന് സ്തുതി. കൊടുമൺപിള്ളയും വഞ്ചിമുട്ടംപിള്ളയും ആറ്റിങ്ങൽ സ്വരൂപത്തിന്റെ ആശ്രിതന്മാരായല്ല, മറിച്ച് സ്വരൂപത്തിന്റെ ഭാഗമായി തന്നെയാണ് നാമും മൂത്തറാണിയും ഒക്കെ കരുതിയിരുന്നത്. പക്ഷേ രണ്ടുപേരും രാജസ്ഥാനത്തോട് വഞ്ചന കാണിച്ചു. വിശ്വാസവഞ്ചന കാണിച്ചത് റാണി തിരുമനസാണ്. മാടമ്പിമാരോടും നാട്ടിൽ പ്രഭുക്കളോടും ആലോചിക്കാതെ അവിടുന്ന് 6 കൂട്ടം പിള്ളമാരെ നേരിൽ വരുത്തി ഉത്തരവ് കൊടുത്തു. ദേശാവലി കണക്കിൽ നേരിട്ടിടപെട്ടു. റാണി തിരുമനസ്, ഇതൊക്കെ ഞങ്ങൾ മാടമ്പി പിള്ളമാരുടെ മുഖത്തടിച്ച പോലെയായില്ലേ? അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കെങ്ങനെ ഈ നാട്ടിൽ തലയുയർത്തി നിൽക്കാനാവും? പ്രതികരിച്ചു, ശക്തമായി തന്നെ. അത് തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വഞ്ചനയാണെന്നും വിശ്വസിക്കുന്നില്ല. തെറ്റ് നമ്മുടേതാണ്. ദേശാവലി കണക്കെടുപ്പ് നടത്തിയത് തെറ്റ്. മുതലും ചെലവും രേഖപ്പെടുത്തിയത് അതിനേക്കാൾ വലിയ തെറ്റ്. ഏത് രാജനീതിയുടെ ബലത്തിലാണ് പിള്ളമാർ ഈ ഭീമാവധം എഴുന്നള്ളിക്കുന്നത്? രാജ്യഭണ്ഡാരത്തിലേക്ക് അയക്കുന്നത് രാജ്യഭണ്ഡാരത്തിലും ക്ഷേത്രഭണ്ഡാരത്തിലേക്ക് അയക്കുന്നത് ക്ഷേത്രഭണ്ഡാരത്തിലും എത്തണം. അത് രാജനീതി. ആ സമ്പത്തൊക്കെ ഇടനിലക്കാർ പിള്ളമാരുടെ പത്തായത്തിൽ അടങ്ങുന്നത് തെറ്റ്, തിരുത്തപ്പെടേണ്ട തെറ്റ്. നാം അത് തിരുത്തി. അതാണ് നിങ്ങളെ ചൊടിപ്പിച്ചതും നമ്മുടെ ശത്രുക്കളാക്കി മാറ്റിയതുമെങ്കിൽ നമുക്കതിൽ ഖേദമേയില്ല. റാണി തിരുമനസിന്റെ ചെയ്തികൾക്ക് അവിടത്തേക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാവാം. അതേ മട്ടിലാണ് ഞങ്ങളും. ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾക്ക് ശരി. അതേ റാണി തിരുമനസേ, നാട്ടിൽ പ്രഭുക്കന്മാരെ ശത്രുപാളയത്തിലാക്കിക്കൊണ്ട് ഒരു ഭരണം ഇവിടെ അസാധ്യമാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. ഞങ്ങൾ മാടമ്പിപ്പിള്ളമാർ. ഇരവിപ്പിള്ള ഇത്രയും നാൾ എവിടെയായിരുന്നു? അടിയൻ കൊടുമൺ ഭവനത്തിൽ വിരുന്നു പാർക്കുകയായിരുന്നു തിരുമനസേ. ഓ, കൊടുമൺപിള്ള നമ്മുടെ ആശ്രിതനെ തറവാട്ടിൽ കൊണ്ടുപോയി വിരുന്നു പാർപ്പിച്ചുവോ? അത് റാണി തിരുമനസേ. കൊടുമൺപിള്ളേ, നമ്മൾ നിലനിർത്തുന്ന ചില നേരുകളുണ്ട്. യുദ്ധത്തിൽ പോലും പാലിക്കുന്ന സത്യസന്ധമായ സമീപനങ്ങളുണ്ട്. അത് മറന്നുകൊണ്ടാണ് നമ്മുടെ സന്ദേശവുമായി ആറ്റിങ്ങലിലേക്ക് പോയ ഇരവിയെ നിങ്ങൾ തടവിലാക്കിയത്. ഇതിൽ നിങ്ങൾ ലജ്ജിക്കണം കൊടുമൺപിള്ളേ. മൂത്തറാണി തിരുമനസിന്റെ പേരിൽ ദുഃഖമറിയിക്കാൻ വന്നതിൽ നന്ദി. വഞ്ചിമുട്ടംപിള്ളയ്ക്കും കൊടുമൺപിള്ളയ്ക്കും ഇനി പോകാം. ശ്രീപത്മനാഭ, അടിയന് കരുത്ത് പകരണമേ. വേണാട്ടരസൻ വാഴുക.
ചിദംബരനാഥ പിള്ളയുടെ സേവനങ്ങൾ നാം എപ്പോഴും സ്മരിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ വേണാട്ടിന്റെ ബന്ധുവാണ്. நன்றி ராசா. எனக்கு நீங்க கொடுக்கறத மதிப்புக்கு சந்தோஷம். ஆனா இந்த சந்தோஷம் கொடுத்தா என் கூட்டத்தோட பசி மாறாது. അതിന് നാം എന്ത് വേണമെന്നാണ് ചിദംബരനാഥ പിള്ള സൂചിപ്പിക്കുന്നത്? എന്താണെങ്കിലും ഉണർത്തിക്കാം. நம்மோட கஷ்டப்போட முடியணும்னா நீங்க ஏற்கனவே சொன்ன மாதிரி நமக்கு கிடைக்க வேண்டிய பணம் கிடைக்கணும். ഓ, അത് ലഭിച്ചിട്ടില്ല അല്ലേ? கிடைக்கல. கிடைச்சிருந்தா நான் இந்த மாதிரி பேசுவாரா? இன்றும் வாங்கி கூடாது. அப்படி நடந்தா நம்ம படை பாளையம் விட்டு இறங்கும். உங்களோட நாடும் வீடும் கொள்ள செய்யும். അത് നല്ലതല്ല റാസ. അതെ, അത് ഉചിതമല്ല. ഇതിനിടവരുത്തരുത് ചിദംബരനാഥ പിള്ളേ. നിങ്ങൾ നമ്മുടെ ബന്ധുവാണ്. ഉടൻ തന്നെ നാം വേണ്ടത് ചെയ്യാം. ഇപ്പോൾ ചിദംബരനാഥ പിള്ള പോകൂ. നിങ്ങളുടെ പ്രതിഫലം പാളയത്തിലെത്തും. വൈകക്കൂടാതെ. വൈകില്ല, പോകൂ. പോയി പടയാളികളെ അടക്കി നിർത്തൂ. ഞാൻ ഇപ്പൊ പോറേ. ഇനി ഒരു വാട്ടി കൂടി റാസ എന്നെ ഇങ്ങ വര വെക്കക്കൂടാതെ. ஞாபகம் வச்சிருங்க. வணக்கம். ശരി തെറ്റുകൾ തുലനം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അത് ആപേക്ഷികമാണ്. താനാണ് ശരി എന്ന ചിന്ത. എന്നാൽ ഈ ആപേക്ഷികതകൾക്കിടയിൽ എവിടെയോ ആയിരിക്കും ശരി.